ഒന്ന് പുറത്തുപോയി വന്നപ്പോഴത്തേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. കാശ് കൊടുത്ത് ഞാൻ മേടിച്ചതാണെങ്കിലും വീട്ടിലുള്ള എല്ലാവരും കൂടെ അതങ്ങ് ഓപ്പൺ ചെയ്തു. അവർക്ക് ആവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട് അവരവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. പണ്ട് പീരീഡ്സിന്റെ ടൈമിൽ പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായിട്ട് ഞാൻ ഡോക്ടറെ പോയി കാണുമായിരുന്നേ. ഇച്ചിങ്ങും റാഷസും ആയിട്ട് ഒരു രക്ഷയുണ്ടാവില്ല. അതിന്റെ പ്രശ്നം ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അടുത്ത പീരീഡ്സ് ആയി. അങ്ങനെ ഞാൻ ആ ടൈമിൽ കണ്ടുപിടിച്ചൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് മെൻസ്ട്രൽ കപ്പ്. 2016 മുതൽ 2025 വരെ ഞാൻ സ്ഥിരമായിട്ട് മെൻസ്ട്രൽ കപ്പ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. എന്റെ ലൈഫ് സേവർ ആയിരുന്നു മെൻസ്ട്രൽ കപ്പ്. ആ മെൻസ്ട്രൽ കപ്പിൽ നിന്ന് ഞാൻ എങ്ങനെ ഈ പീരീഡ്സ് പാൻറ്റിലോട്ട് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ എനിക്കൊന്ന് ഡോക്ടറെ കാണേണ്ടി വന്നായിരുന്നേ. സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് ചെറുതായിട്ട് യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. റിപ്പോർട്ട് കണ്ടപാടെ ഡോക്ടർ ചോദിച്ചത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ടോന്നാണ്. മെൻസ്ട്രൽ കപ്പേ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ പാടെ ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ചു നാളത്തേക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. മെൻസ്ട്രൽ കപ്പ് ഉപേക്ഷിക്കാനുള്ള മടി കാരണം ഞാൻ വന്ന് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രോപ്പറായിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് പോലും പലർക്കും എന്നെ പോലെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന് ഓർത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് കിട്ടുന്ന ആലോചിച്ച് നടന്നപ്പോഴാണ് ഈ ഒരു പീരീഡ് പാൻറ്റീസ് എന്റെ കണ്ണി പെട്ടത്. എന്റെ മെൻസ്ട്രൽ കപ്പ് സിറോണ ആയിരുന്നുകൊണ്ട് തന്നെ രണ്ടാമത് എനിക്കൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ലായിരുന്നു കേട്ടോ. തുണി കൊണ്ടുള്ള പീരീഡ് പാൻറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അതിന്റെ സൈസ് അറിയാത്തത് കൊണ്ടാണ് കോട്ടന്റെ ഈ സിറോണ മേടിച്ചത് തന്നെ. പക്ഷെ ഇതിപ്പോ ഞാൻ 2-3 തവണ യൂസ് ചെയ്തിട്ടും എനിക്കൊരു അലർജിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല കേട്ടോ. ഡിസ്പോസ് ചെയ്യാൻ ഈസിയാണ്. കാശ് കൊടുത്ത് മേടിച്ചോണ്ടാണ് കീറി പൊളിച്ച് കാണിച്ചു തരാത്തെ. ഗേൾസ്, യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്.